പ്രധാനമായിട്ടും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ ഈയൊരു പിന്നെ എന്താ പറയുക ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്ന ഒരു സ്റ്റേജിൽ ഇറക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ഫെബ്രുവരി വരുന്ന 27-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. അപ്പം അതിനെല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും വേണം. അത്രേ ഉള്ളൂ, വേറെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. പേര് ജഗദമ്മ, 7ാം ക്ലാസ് ബി സ്റ്റേജ് ഫസ്റ്റ് എന്നാണ് സിനിമയുടെ പേര്. അപ്പം നമ്മളൊരിക്കൽ ഒരു കഴിഞ്ഞ മെയില് റേസ് ചെയ്യാനൊരു ശ്രമം നടത്തി. പക്ഷെ അന്ന് പിന്നെ ഒരു ചെറിയ സാങ്കേതിക തടസ്സം അതിനുണ്ടായി. അത് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് സാധനങ്ങളുള്ള ഡിസ്ട്രിബ്യൂട്ടർ സംഘടനയ്ക്ക് തിയേറ്റേഴ്സായിട്ടൊരു ചെറിയ പ്രശ്നമായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി കുറച്ച് ഷോസ് ഇട്ടിട്ട് നമ്മളത് പിൻവലിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ഒരു നല്ല സീസൺ നോക്കി ഇറക്കാമെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെയുള്ളൊരു സീസണിൽ അത് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നോക്കി അപ്പോൾ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സീസൺ ഇത് തന്നെയാണെന്നും എല്ലാവരും അഭിപ്രായപ്പെട്ടതുകൊണ്ട് നമ്മൾ ഇപ്പോൾ റിലീസ് ചെയ്യുകയാണ്. ജഗദമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അതിനകത്ത്. മ്യൂസിക് കൈലാഷ് മേനോനാണ്, ക്യാമറ അനി നായർ. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്, ഒരുപാട് പേര് നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. രാഷ്ട്രീയം തന്നെയാണ് അതിന്. രാഷ്ട്രീയത്തിന് വേണ്ടി ഉള്ളൊരു സിനിമയിലെങ്കിൽ പോലും ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന കുറെ ലൈവായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഡൽഹിയിലും ഒരു ക്യാരക്ടർ യാദൃശ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഒരു സ്ത്രീ എത്തപ്പെടുന്നു. അപ്പോൾ അതിനിടയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളിടത്താണ്. അതാണ് കഥയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് അവർ വന്നത് നന്നായോ ഇല്ലയോ, അങ്ങനെയുള്ളവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു മറുപടി ആയിരിക്കും. വളരെ സാധാരണക്കാർക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സ്ത്രീക്ക് ഇവിടെ വന്നാൽ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാവും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ത്രീക്ക് അതൊന്നും ഒരിക്കലും അത്ര എളുപ്പമല്ല എന്നുള്ള തീരുമാനത്തിലാണോ അവരെത്തുന്നത്. അതെല്ലാം വെറുതെ നിന്നാൽ ഇവിടെ തൻ്റെ ഇഷ്ടത്തിനുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ താൻ വിചാരിക്കുന്ന രീതിയിൽ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണം അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമാണോ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. സംവിധാനം ശിവപ്രസാദ് എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഉള്ള കുറേ ക്യാരക്ടേഴ്സ് അദ്ദേഹത്തിന് നാട്ടുമ്പുറത്തുകാരനാണ് അദ്ദേഹം. അപ്പോൾ അവിടുത്തെ പഞ്ചായത്തൊക്കെ വളരെ സ്ട്രോങ് ആണ്. പൊതുവെ നമ്മുടെ കേരളത്തിലാണ് പഞ്ചായത്തുകളുടെ ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ ഇത്രയും ശക്തമാവുന്നത്. കാരണം ഞാൻ തമിഴ്നാട്ടിലല്ലേ. അപ്പോൾ അവിടെ എനിക്കറിയാം അവിടെ അടുത്തേക്കാളൊക്കെ വളരെ പ്രാധാന്യം എന്ന് പറയുന്നത് പിന്നെ കേരളത്തിലെ പഞ്ചായത്തുകളുടെ ഒരു ഇലക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു ബഹളോ അത്ര വലിയ കാര്യങ്ങളോ ഒന്നും തമിഴ്നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്കത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി ആദ്യമായിട്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ. അപ്പം അതിന് ലൈവായിട്ട് കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സും സംഭവങ്ങളും ഒക്കെയാണ് പ്രധാനമായിട്ട്. ഞാൻ അവിടെയാണ് എൻ്റെ ഒരു 8-9 വയസ്സ് മുതൽ അവിടെ എങ്ങും കാണാത്തൊരു എന്താ പറയുന്ന ഒരു ഭയങ്കര വളരെയധികം പ്രാധാന്യമുള്ളൊരു സംഗതി. പിന്നെ ഇടത്തരക്കാർ നാട്ടുപുറത്തുകാരാണെങ്കിലും നമ്മുടെ ആൾക്കാർ കമ്പാരിറ്റീവ്ലി വളരെ വിദ്യാഭ്യാസമുള്ളവരാണ്. കേരളം എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പം അവിടെ ഇപ്പം വളരെയധികം ബെറ്റർ ആയിട്ടുണ്ടെങ്കിലും പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. അപ്പം അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഇതാണ്, നമ്മൾ സഹിക്കപ്പെടേണ്ടവരാണ് എന്ന് വിചാരിച്ച് പോവുമായിരുന്നു. ഇന്നത് റിയാക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ശക്തമായിട്ട്, കാരണം മാറിയല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബന്ധുക്കൾ ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ അത്ഭുതം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു സിനിമ കിട്ടുന്നത്. ഒരു ക്യാരക്ടർ വളരെ ഫ്രീഡത്തോടു കൂടി ഒരു ത്രൂട്ട് വേഷം ചെയ്യാൻ കിട്ടുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. പുരസ്കാരം എന്ന് പറഞ്ഞാൽ പുരസ്കാരം എപ്പോഴും സന്തോഷമല്ലേ. പ്രത്യേകിച്ച് ഒരു ബേബി സാന്നിധ്യത്തിൽ കിട്ടുമ്പോൾ വലിയ കാര്യമല്ല. ഒരു ചെറിയ പ്രസാദമാണ് തരുന്നതെങ്കിൽ പോലും അതൊരു വലിയ പുരസ്കാരമായിട്ട് തന്നെ കണക്കാക്കും നമ്മൾ. അതുകൊണ്ടല്ലേ നമ്മൾ അതിനുവേണ്ടി ഇവിടെ വരെ വന്നേക്കുന്നത്. സമൂഹത്തിന് തീർച്ചയായിട്ടും അത് തന്നെയാണ് കൊടുക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം തീർച്ചയായിട്ടും
രാഷ്ട്രീയത്തെക്കുറിച്ച് സ്ത്രീകൾക്കും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ഇവിടെ നിൽക്കാൻ അസാമാന്യ ധൈര്യം എന്നതിലുപരി നമ്മൾ കുറെ വിശ്വസരായിരിക്കണം. എന്തിനെ നേരിടാനുള്ളൊരു മനക്കരുത്ത് നമുക്ക് ഉണ്ടാവണം എന്നൊക്കെ ഉള്ളൊരു മെസ്സേജ് ഉണ്ട്. അത് എന്നിട്ട് പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ പറയുമല്ലോ, ഒന്നും വേണ്ട, മിണ്ടാതെ വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയല്ല, കുടുംബത്തിന്റെ സപ്പോർട്ടും നമ്മുടെ ചുറ്റിനുള്ളവരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായാൽ തീർച്ചയായും ഇവിടെ നമുക്ക് നിൽക്കാൻ ഒക്കും എന്നുള്ള ഒരു മെസ്സേജ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഭാഷയിൽ അല്ലെങ്കിൽ വേറൊരിടത്ത് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ആമിനയായിട്ട് ബന്ധപ്പെട്ട് ബിസി ആയിരുന്നു. അപ്പം കുറച്ച് പൈസ മുടക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വിനോദം നടത്താനുള്ളൊരു കാര്യമല്ല നിർമ്മാണം. പിന്നെ ഇത് എന്ന് പറയുന്നത് ഞാൻ കുറച്ചൊരു ഒരു 7-8 കൊല്ലമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങളാണ് തിരക്കഥയായത്. അപ്പൊ അതിലൊരു താല്പര്യം തോന്നി. ഞാൻ മാത്രമല്ല, പിന്നെ ഞങ്ങളുടെ കുറേ സുഹൃത്തുക്കളൊക്കെ ഈ കഥ ഇതുപോലെ അദ്ദേഹം ഹസ്ബൻഡ് ഇത് വിവരിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് വന്ന് അതിനകത്ത് കുറേ രസങ്ങളും കുറേയൊക്കെ ഗൗരവമുള്ള കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നിയപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു സിനിമയാക്കാൻ ശ്രമിക്കാത്തത് എന്ന് തോന്നുകയും അങ്ങനെ ആ കൂട്ടത്തിൽ നിന്നും ഒരു ക്യാരക്ടറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ജഗദമ്മയെ മാത്രം അതിലേക്ക് കൊണ്ടുവരികയും ചെയ്തതാണ്. അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇപ്പൊ എന്നെ അപ്രോച്ച് ചെയ്യുന്ന പല പ്രൊഡ്യൂസേഴ്സിനോടും നമുക്ക് ചോദിക്കാം. അപ്പം വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യുകയും ചെയ്യും. പക്ഷെ എന്നാലും നാളെ ഒരു ചോദ്യം വരും, അത്രയും നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാത്ത എന്നൊരു ചോദ്യം വരും. ഇതിനൊക്കെ അപ്പുറത്ത് വേറൊരു കാര്യമുണ്ട്. സിനിമയല്ലാതെ മറ്റൊരു മേഖലയിലും നമുക്ക് എന്താ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പോലും ഒരു അനുഭവം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയെ കുറിച്ച് എനിക്ക് അറിയില്ല. അറിയാവുന്നത് ഇവിടെ ഉള്ളൂ. അപ്പൊ അതിവിടെ ഒന്ന് പരീക്ഷിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങളെയൊക്കെ വിശ്വസിച്ചു. തീർച്ചയായിട്ടും അതൊരു ഏറ്റവും വലിയ വെല്ലുവിളിയില്ല. നമ്മൾ എത്രയോ സിനിമകൾ അഭിനയിക്കുമ്പോൾ ഒരു എന്താ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തമാശക്കാണെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വസിച്ചെന്ന് പറയുന്നത് 100% ശരിയല്ലേ? മറ്റൊരു ജോലിയും പോലെ ഇങ്ങനെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെ ഇന്ന സമയത്ത് നമ്മൾ ഒരു പടം ഇറക്കിയാൽ ഓടും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എടുത്താൽ ഓടും. എന്താണുള്ളത്? അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരു ഗാംബ്ലിംഗ് പോലെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മളൊരു പടം ചെയ്യുന്നു, അത് റിലീസ് ചെയ്യുന്നു, ഓടിയാൽ ലാഭം കിട്ടും, ഇല്ലെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു റെഗുലർ പ്രൊഡ്യൂസേഴ്സ് കുഴപ്പമില്ല, അവർക്ക് പറ്റും. അടുത്തൊരു നല്ല പടം ചെയ്താൽ തിയേറ്റേഴ്സിനും അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലാഭം വരുന്ന രീതിയിലാക്കാൻ പറ്റും. അവർക്ക് സ്ഥിരമായ ഒരു ടീം ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ റിസ്ക്. ആ റിസ്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ നമ്മളൊരു പടം ചെയ്തിട്ട് ഇത്രയും ഗ്യാപ്പ് എടുക്കുന്നു. അപ്പൊ അതങ്ങനെ ഉണ്ട്, അതുണ്ടാവും. ഇലക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ഏറ്റവും വലിയൊരു പ്രോസസ് അല്ലേ അത്. അനിവാര്യമാണ് തന്നെ. പല സ്ഥലങ്ങളിലും പല രീതിയിലാണെന്ന് മാത്രം. അപ്പോ കേരളത്തിലെ ഇലക്ഷനെ മാത്രമായിട്ട് നോക്കി കാണാനില്ല. നമ്മുടെ ഈ ചെറിയ ഒരു വട്ടം സിനിമ, അതിനകത്ത് സിനിമയ്ക്ക് അകത്ത രാഷ്ട്രീയം പോലും മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയം എന്നുള്ള വാക്ക് തന്നെ വല്ലാത്ത നമ്മൾ പറയും. സിനിമയ്ക്ക് പുറകിലെ രാഷ്ട്രീയം, ഈ കച്ചവടക്കാർക്ക് പുറകിലെ രാഷ്ട്രീയം. അപ്പൊ രാഷ്ട്രീയം എന്നുള്ള വാക്ക് തന്നെ എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങി. പണ്ടൊരൊറ്റ സൈഡിലല്ലേ പറയുമായിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊന്നും വലിയ കാര്യങ്ങൾ പറയാൻ ഇഷ്ടംപോലെ പാണ്ഡിത്യമുള്ളവരുണ്ട്. എനിക്ക് ഈ പടത്തെ കുറിച്ച് മാത്രം എന്തെങ്കിലും ചോദിച്ചാൽ പറയാം. അങ്ങനെ അതെ, ഈ സിനിമ അതാണ്. രാഷ്ട്രീയ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എന്നാണെങ്കിൽ പറയാം, ഒരു പൊളിറ്റിക്കൽ സത്യം തന്നെയാണ്. പക്ഷെ എന്നാൽ അത് മാത്രമല്ല, അതിനകത്ത് കുറേയൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ, അത് ലൈവായിട്ടുള്ളൊരു നമ്മൾ അങ്ങനെയൊക്കെ അനുഭവത്തിൽ നിന്ന് ഒരു കഥ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ അങ്ങനെയുള്ള സീൻസ് ഒരുപാടുണ്ടാവും. അത് നമ്മളെ റിലേറ്റ് ചെയ്യും. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്ന നമ്മുടെ ഇപ്പൊ നിങ്ങളെപ്പോലെ എല്ലാവർക്കും അത് മനസ്സിലാവും. ഇതാണല്ലോ നമ്മൾ അവിടെ നടന്നതുപോലെയാണല്ലോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നടന്ന പോലെയാണല്ലോ തോന്നത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രത്യേക ഘട്ടം വരെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് സ്വന്തമായിട്ട് ബുദ്ധി ജീവിക്കണം എന്നൊക്കെ ഉള്ള, അപ്പൊ അതിനുവേണ്ടി ചെറിയ ചെറിയ കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നതൊക്കെ അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് അങ്ങനെയാ തോന്നുന്നത്.
പക്ഷെ കുറെ കഴിയുന്തോറും കുറേശ്ശെ ജീവിതത്തിൽ ഇങ്ങനെ അഫക്റ്റഡ് ആവും തോറും അതിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു രീതിയിലേക്ക് പോകുന്ന പോലെയാണ് വരുന്നത്. എന്നാലും അടിസ്ഥാനപരമായിട്ട് ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സ്ത്രീ ആയത് കൊണ്ടുള്ള മണ്ടത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.